ഹായ് മേക്ക് ആൻഡ് ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലാൻഡിലെ ഒരുപാട് അമ്പലങ്ങളെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഇത് സംസാക്കോണിലെ പ്രൊവിൻസിലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അമ്പലത്തിലെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ അടിപൊളിയായിട്ട് ഒരുപാട് ബോട്ട് റേസിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്ന് ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരുപാട് ആനയിലായിട്ട് രണ്ട് ആനയുടെ നടുവിലാണ് ഒരു സന്യാസി ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ കുറേ പൂക്കളും സാധാരണ അമ്പലത്തിൽ കാണപ്പെടുന്ന പോലത്തെ പൂക്കളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏത് അമ്പലത്തിലും കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് ലോട്ടറിയിലും വിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. തായ്ലൻഡിലെ ഫേമസ് ആയ ലോട്ടറിയാണ്. പിന്നെ ഒരുപാട് എന്താ പറയുക, നല്ലൊരു വൈബിലൊരു അമ്പലം. ഇവിടെ ഒരുപാട് ബുദ്ധ സന്യാസിമാരെ പ്രതിമയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കിടന്നിട്ടുള്ളൊരു ബുദ്ധനുണ്ട് കേട്ടോ. നല്ല മനോഹരമായൊരു കിടന്ന ബുദ്ധനെ നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, ഭയങ്കര നല്ല വലിയൊരു കിടന്ന ബുദ്ധനാണ് കേട്ടോ. അധികം ഇനി നമ്മൾ വന്നത് തായ്ലൻഡിലൊരു ലോക്കലായ ഒരു അമ്പലത്തിലെ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ ഈ വെടിവഴിപാട് പോലെ തന്നെ ഒരു സംഭവമാണ്. വളരെ ലോക്കലായിട്ട് സംസാക്കോൺ പ്രൊവിൻസിൽ അടിപൊളിയായിട്ട് ഒരു അമ്പലത്തിലാണ് വന്നത്. അപ്പോൾ അവിടുത്തെ വെടിവഴിപാടാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ നാട്ടിലെ ചില അമ്പലങ്ങളിൽ വെടിവഴിപാട് വിശ്വമതൻ്റെ വെടിവഴിപാടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ, തായ്ലൻഡിലൊരു ക്ഷേത്രത്തിൽ വെടിവഴിപാടാണ് നമ്മൾ കണ്ടത്. ശരിക്കും ചൈനക്കാരുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത് പറയാൻ പറ്റും. ഇതാണ് അമ്പലം കണ്ടത്. അമ്പലത്തിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതിന് പുറമെ ഇവിടെ നല്ല വലിയൊരു രാത്രിയാകുമ്പോൾ ലൈറ്റ് അടിപൊളിയായിട്ട് ലൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കായൽ പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ മീനുകളും സംഭവങ്ങളിലുണ്ട്. എങ്ങനെയുണ്ട് ഈ കായൽ? പൊളിയല്ല. ഇതിലെ കൂടി ഇങ്ങനെ ബോട്ടെല്ലാം വന്നിട്ട് ബോട്ട് റേസ് നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇല്ലേ, ഇവിടെ ഒരുപാട് ഇതൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ ആലപ്പുഴയെല്ലാം കാണുന്ന പോലെ തന്നെ വള്ളംകളിയില്ലേ, വള്ളംകളി പോലത്തെ സംഭവമെല്ലാം നമുക്കിവിടെ ഇടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇവിടെ മീനിനെ ഭക്ഷണം കൊടുക്കുന്ന സംഭവമുണ്ട്. ബോട്ടിങ് അപ്പുറം ഉണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടോ കണ്ടോ. അടിപൊളി അടിപൊളി. ബോട്ടിലെന്തോ സംഭവം വിൽക്കുന്ന കണ്ടോ, അത് നല്ലൊരു കാഴ്ചയാണ്. കടല പോലത്തെ ഒരു എന്തോ സംഭവമാണ് ഇവർ മീനിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് കണ്ടോ. അടുത്ത ബോട്ട് വീണ്ടും വരുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത ബോട്ട് കിടന്നുണ്ട് കേട്ടോ. നോക്കിട്ടെ, അടിപൊളിയല്ലേ ആ ബോട്ട് പോകുന്നതാണ്. സൂപ്പർ കേട്ടോ, പൊളി 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 പൊളി. ഈ ഒരു അമ്പലം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കിടന്നിട്ടൊരു ബുദ്ധനെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു വലിയൊരു ബുദ്ധൻ്റെ കാൽപാദങ്ങളുണ്ട് കണ്ടോ. വലിയൊരു ബുദ്ധൻ്റെ കാൽപാദവും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എന്താ രസം. ഒരുപാട് ഈ ബുദ്ധൻ്റെ കാൽപാദത്തിൽ ഒരുപാട് പൈസ ഇട്ട കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ബോട്ട് റേസും മറ്റുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. വലിയൊരു അമ്പലമാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ വേറൊരു ബുദ്ധൻ്റെ സംഭവമുണ്ട്. ലൈറ്റിൽ വെച്ച് നല്ല ഭംഗിയിലൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. കണ്ടോ, അടിപൊളി. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ മേലെ കയറിയിട്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ട്. നല്ല വൈബിൽ അടിപൊളിയായിട്ട് അമ്പലം. ഇതിൻ്റെ മേലെ ഒരു മരത്തിൻ്റെ ബ്രിഡ്ജ് ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ പൊട്ടി പോകുമെന്നറിയാം, നോക്കാം. ഇങ്ങനെ കയറിയിട്ട് ഉണ്ടോ, ഇതിൻ്റെ മേലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായ ഒരു സ്ഥലം. വാ, നല്ല വൈബിലൊരു സ്ഥലം. കണ്ട, ഒരു കനാലിൻ്റെ മേലെയാണ് ഈ കുറുകയാണ് ഈ ഒരു അമ്പലം. അല്ല, ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടില്ല. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ?
നേരത്തെ വന്ന കുറേ ബോട്ടുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതോ. അങ്ങോട്ടല്ലോ ആടെ എന്തോ പാറയമ്മയിലൊരു വലിയൊരു സംഭവം ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അടിപൊളി അടിപൊളി അമ്പലം. ഇവിടെയല്ലോ ഈ അമ്പലത്തിൽ നമ്മുടെ പൊതുവെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധികം ഒരുപാട് എന്നാ ബുദ്ധ സന്യാസിമാർ ഇവിടെ അടിച്ച് വരുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ മച്ചാ ഇന്ത്യ കാപ്പ് കാപ്പ് കാ lột nó có tầm ngan là có Kencom nè, tầm ngan tí nè,ใช่ Kencom นะ Kencom รู้ใช่ไหมบริษัท Kencom ใช่ครับบริษัทอะไรนะ Kencom นะ Kencom ไม่รู้อ่ะทำกระดุมเป็นนะกระดุมเป็นใช่ใช่พูดไทยได้10 ปีนะครับഇവിടെ ഇല്ലേ ഒരു പാറേൻ്റെ നടുവിലായിട്ട് ഒരു ബുദ്ധനെ ഇരുന്നിട്ടുള്ള ഒരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പാറേൻ്റെ നടുവിൽ ഇങ്ങനെ ആക്കിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കണ്ടോ. ഇതിൻ്റെ സൈഡിലുള്ള ഒരുപാട് കർഷകരെ എന്തെല്ലോ സംഭവങ്ങളാണ് പ്രതിമകളിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടോ നല്ല രസമുണ്ടാണ് ഈ ഒരു ഒരു ബുദ്ധക്ഷേത്രം. സമൂസ പ്രൊവിൻസിലാണ് ഈ ഒരു അമ്പലം ഉള്ളത് കണ്ടോ. ഉണ്ടോ എന്താ രസം. ഇതിൻ്റെ മേലെ ഇങ്ങനെ നമുക്ക് കയറാൻ പറ്റും കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കയറിയിട്ട് നോക്കി നോക്കുക. ഇവിടെ നല്ല കാറ്റുണ്ട് കണ്ടോ. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കണ്ടോ. വാവ് മേലെ ഇങ്ങനെ കയറിയിട്ട് ഒരു നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ. ഇങ്ങനെ കയറിയിട്ട് അതിലേക്കൂടെ ഇറങ്ങിപ്പോവാം. സൂപ്പർ അടിപൊളി വൈബില്ല സമൂസക്കോൺ പ്രൊവിൻസിലെ ഒരു അടിപൊളി ക്ഷേത്രം. അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല ഈ ഒരു സ്ഥലത്ത്. വളരെ ലോക്കലായില്ല ബാങ്കോക്ക് 50 കിലോമീറ്റർ മാറിയില്ല അടിപൊളിയുള്ള ഒരു പ്രൊവിൻസിലെ എൻ്റെ ഒരു അമ്പലമാണിത്. ഇത് പോലീസ് സ്റ്റേഷൻ കണ്ടോ. ഈ ഒരു അമ്പലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വാട്ട് ലാക്സി ടെമ്പിൾ അതിൻ്റെ പേര്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റും കണ്ടോ ഈ അമ്പലത്തിൽ. ഇതിനടുത്ത് തന്നെ ആയിട്ട് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ജസ്റ്റ് പോകാൻ പറ്റുമെങ്കിൽ പോവാം. ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ക്ഷേത്രം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൈബിൽ അടിപൊളിയായിട്ട് ക്ഷേത്രം. മരമെല്ലാം കണ്ടോ. ഇതാ മരം നോക്കിയിട്ടെ. ആ മരം മുറിക്കാണ്ട് ആൽമരം കേട്ടോ. വൈബില്ല ഒരു ക്ഷേത്രം. ഇവിടെ തായ്ലൻഡിലെ പല അമ്പലങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൂഴിനെ കൊണ്ട് ഇങ്ങനെ ഒരു മല പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ അമ്പലത്തിൽ ഇപ്പോൾ കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് റിട്ടേൺ അടിക്കുമ്പോൾ ഇവിടുത്തെ ഈ അമ്പലത്തിലുള്ള പൂയി നമ്മുടെ കാലിൽ പറ്റിയിട്ട് കുറേ മണ്ണെല്ലാം എടുത്ത് കൊണ്ടുപോകും ആൾക്കാർ. അപ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് ഇത് വെക്കേണ്ടിയിട്ട് ഇവർ ഓരോ ആൾക്കാർ വന്നിട്ട് ആ അമ്പലത്തിൽ ഇവിടുത്തെ പൂഴിനെ കൊണ്ടൊരു മല പോലെ സംഭവം ഉണ്ടാക്കി വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇത് സംക്രാന്തി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പല അമ്പലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ അമ്പലത്തിൽ ഒരുപാട് സ്കോർപ്പിയോൻ്റെ നമ്മളെ സയൻസില്ലേ സോഡിയാക് സയൻസിൻ്റെ സംഭവങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വലിയ നല്ല രസമുള്ളൊരു അമ്പലമായിട്ടാണ്. നല്ല വൈബുണ്ട്. ഒരു ചൈനീസ് ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ. അടിപൊളി അമ്പലം. നമ്മളെ തായ്ലൻഡിലെ വെള്ളാനകളുടെ നാടായതുകൊണ്ട് തന്നെ വെള്ളാനകളെ പ്രതിമ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ. ഇത് ഇഷ്ടംമാതിരി പ്രതിമകളുണ്ട്. ഈ ഒരു കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വെള്ളാനകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതുണ്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾ. നല്ല രസമില്ല ഒരു അമ്പലം. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരുമില്ല, അധികം ആൾക്കാരൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനക്കൊണ്ട് ഉള്ളോട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിവിടെ അടുത്തൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, നല്ലൊരു അമ്പലത്തിൽ പോയ ഒരു വൈബ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഇല്ലേ ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ കേരളത്തിലെത്തിയ പോലത്തെ അവസ്ഥയാണ് ഇവിടെ. നോക്കിയിട്ട് അടിപൊളി കുറേ തെങ്ങിൻ തോട്ടങ്ങൾ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട്
എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. ഇതാ കിട്ടുന്ന സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പറല്ല? തെങ്ങ് നോക്കിയിട്ട് നിങ്ങൾ ചെറിയ തെങ്ങ്, കുട്ടി തെങ്ങ്, കുറേ തേങ്ങയുണ്ട്.